ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഇടയിൽ വളരെയേറെ സംസാര വിഷയമായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ തൃശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ്. വളരെ പ്രശസ്തയായ ഒരു സുവിശേഷ പ്രഘോഷകയായിരുന്നു മേരി കോവൂർ. വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള സ്നേഹത്താൽ ഓടി നടന്ന് യുവതികളെയൊക്കെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുമായിരുന്നു. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരോട് പോയി സുവിശേഷം പറഞ്ഞ് അവരെയൊക്കെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിരുന്ന പെൺകുട്ടി. പക്ഷെ അവൾ കല്യാണം കഴിച്ചതും ഒരു നല്ല ചെറുപ്പക്കാരനെ തന്നെയാണ്. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്കുണ്ടായ കുട്ടി ഒരു മന്ദബുദ്ധിയായ കുട്ടിയായിരുന്നു. തലയ്ക്ക് സാധാരണ കുട്ടികളുടെ 4 ഇരട്ടി വലിപ്പമുണ്ട്. മെഡിക്കൽ സയൻസ് അതിനെ ഹൈഡ്രോകെഫാലസ് എന്നാണ് വിളിക്കുക. 4 ഇരട്ടി വലിപ്പമുള്ള തലയും ഒരു കുഞ്ഞു ശരീരവും. ആൾക്കാർ പുച്ഛിച്ചു, ആൾക്കാർ പലരും പരിഹസിച്ചു. ഇവരുടെ പ്രാർത്ഥനയിൽ കള്ളത്തരമുണ്ടായിരുന്നു, ഇവർക്കെന്തോ ചതിവും രഹസ്യ പാപങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ദൈവം ഇവർക്ക് ഇപ്രകാരം ഒരു കുഞ്ഞിനെ കൊടുത്തത്. അങ്ങനെയൊക്കെ ക്രൂരമായ വാക്കുകൾ അവർ കേൾക്കേണ്ടി വന്നു. അവർ കുഞ്ഞിനെയും കൊണ്ട് നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. അവിടെ ചെന്ന ഡോക്ടർമാര് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞ് 2 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ ഇത്രയും നാൾ പ്രസംഗിച്ചു കൊണ്ടിരുന്ന യേശുക്രിസ്തു എവിടെ? അവൾ ഭർത്താവിനോട് പറഞ്ഞു, അച്ചായ, നമ്മുടെ കർത്താവ് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ രണ്ടുപേരുടെ മധ്യത്തിലുമുണ്ട്. അച്ചായൻ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് ഒരു യുദ്ധത്തിന് തയ്യാറാകാം. ആ വീട്ടിന്റെ മുമ്പിലത്തെ മുറിയിൽ ഒരു വെള്ള തുണി വിരിച്ചിട്ടു. ഈ മന്ദബുദ്ധിയായ ശിരസ് 4 ഇരട്ടി വളർന്നു വലുതായ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് 2 പേരും കൂടെ അവിടെ കിടത്തി. എന്നിട്ട് 2 പേരും കൂടെ കുഞ്ഞിന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബന്ധുക്കളും കൂട്ടുകാരും പരിഹാസം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. ഇതാ 4 ഇരട്ടി തലയ്ക്ക് വലിപ്പമുള്ള കുഞ്ഞിനെയല്ലേ ഇവർ പ്രാർത്ഥിച്ചു മാറ്റാൻ പോകുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവം അത് കേട്ടു, ദൈവം അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? മാസങ്ങൾ കടന്നുപോയി. 2 മാസം കൊണ്ട് മരിക്കുമെന്ന് വെല്ലൂരിലെ ഡോക്ടർമാർ വിധിയെഴുതിയ കുഞ്ഞ് മരിച്ചില്ല. 1 വർഷം കഴിഞ്ഞിട്ട് മരിച്ചില്ല. പക്ഷെ വേറൊരു മാറ്റവുമില്ല, തല അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം ഇവർ അടുത്ത വർഷമായപ്പോൾ ഈ കുഞ്ഞിനെ വീണ്ടും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, തലയ്ക്ക് 5 മില്ലിമീറ്റർ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് തന്നെ ഇത്രയേ ഉള്ളൂ. 5 മില്ലിമീറ്റർ വളരെ ചെറിയൊരു അളവാ. എന്നാലും ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങളെ ഇത് അത്ഭുതപ്പെടുത്തുന്നു, ഈ കുഞ്ഞ് വളരെ നേരത്തെ മരിച്ചു പോകേണ്ടതായിരുന്നു, 1 വർഷമായിട്ട് മരിച്ചിട്ടില്ല. മാത്രമല്ല 5 മില്ലിമീറ്റർ തലയുടെ വലിപ്പം കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായി. അവർ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന അങ്ങനെ മുന്നോട്ട് പോയി. നിങ്ങൾ അത്ഭുതപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഓരോ മാസവും കുഞ്ഞിന്റെ ശിരസ് 10 മില്ലിമീറ്റർ വെച്ച് കുറയുവാൻ തുടങ്ങി. പിന്നീടത് 1 സെന്റിമീറ്റർ വെച്ച് കുറയുവാൻ തുടങ്ങി. പിന്നീടത് 5 സെന്റിമീറ്റർ വെച്ച് കുറയാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, 12ാമത്തെ വയസ്സിലെത്തിയപ്പോൾ ഈ കുഞ്ഞിന്റെ ശിരസ് സാധാരണ കുട്ടികളുടെ ശിരസ് പോലെ ആയിത്തീർന്നു. എന്നിട്ട് അവർ 14ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി 1ാം ക്ലാസ്സിൽ ചേർത്തു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, അനേകർക്ക് അത്ഭുതമായി. ഒരു വലിയ കുട്ടി വന്ന് കൊച്ചു കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ്. ഓണപരീക്ഷയുടെ മാർക്ക് വന്നു. 50 കുട്ടികളുള്ള ആ ക്ലാസ്സിൽ 50ാമത്തെ റാങ്ക് തന്നെ അവന് കിട്ടി. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ മാതാപിതാക്കൾ തളർന്നില്ല. ഇത്രയും ശിരസിനെ താഴ്ത്തിക്കൊണ്ടുവന്ന ദൈവം എന്റെ മകന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അപ്പനും അമ്മയും വിശ്വസിച്ചു. അവർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുഞ്ഞിനെ മടിയിൽ പിടിച്ചിരുത്തി ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ക്രിസ്മസ് പരീക്ഷ വന്നപ്പോൾ അവന്റെ റാങ്ക് 45ആയി. നോർമൽ ബുദ്ധിയുള്ള 5 കുട്ടികളെ അവൻ പിന്നിലാക്കി കഴിഞ്ഞു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവന്റെ റാങ്ക് 40ആയി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയാം, സമയക്കുറവുണ്ട്. 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ റാങ്ക് 35. 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ റാങ്ക് 15. 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ റാങ്ക് 10. 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ റാങ്ക് 5. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ റാങ്ക് സ്കൂൾ ഫസ്റ്റായി. അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. മാത്രമല്ല, അവൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഒറ്റ കുട്ടികൾക്കും അവനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. കോളേജിൽ അവൻ 1ാം റാങ്ക് നേടി. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത്. 1ാം റാങ്ക് നേടിയപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഡോക്ടറാകണം. കാരണം ഇതുപോലെ എല്ലാ മാതാപിതാക്കൾക്കും നിന്നോടുള്ള അടുപ്പമോ വിശ്വാസമോ സമർപ്പണമോ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ തലച്ചോറ് കീറുന്ന ഒരു ഡോക്ടറാക്കി എന്നെ മാറ്റണമേ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവൻ MBBS ചേർന്നു. അവിടെയും ആർക്കും അവനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. 5 വർഷങ്ങളിലും 1ാം റാങ്ക് നേടി അവൻ MS ജനറൽ സർജറിക്ക് സീറ്റ് നേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും MS-ന് 1ാം റാങ്ക് നേടി അവൻ MCH ന്യൂറോ സർജറിയും പാസ്സായി. തലച്ചോറ് കീറുന്ന ഡോക്ടർ അയാൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ ജോർജ് കോവൂർ, MBBS MS. തൃശൂരിലുള്ള ഹാർട്ട് ഹോസ്പിറ്റലിൽ ഇന്നും ഒരു അത്ഭുത മനുഷ്യനായി ജീവിച്ചിരിക്കുകയും അനേക വേദികളിൽ സാക്ഷ്യം പറയുകയും ചെയ്യുന്ന അത്ഭുത മനുഷ്യൻ.
അനേക വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയിൽ നടന്ന ഒരു ബൈബിൾ കൺവെൻഷനിൽ ഞാനും എന്റെ ഭാര്യയും കുടുംബവും സംബന്ധിക്കുമ്പോൾ ഈ ഡോക്ടർ നേരിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഞാൻ കണ്ടു ഏതാണ്ട് 1,00,000-ഓളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ മുഴുവൻ വാവിട്ട് നിലവിളിക്കുകയാണ്. 10-15 മിനിറ്റ് നേരത്തേക്ക് ജനങ്ങൾ ആദ്യം എന്താ സംഭവിക്കുന്നു മനസ്സിലായില്ല. പക്ഷെ ഇത്രയും കാര്യം കർത്താവ് ചെയ്ത വ്യക്തിയാണ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. ആ വ്യക്തി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ജനത്തെ പിടിച്ചാക്കട്ടിയില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ ഒരു കൊടുങ്കാറ്റ് പോലെ വീശുകയും പന്തലിലുണ്ടായിരുന്ന സകല ജനങ്ങളും കർത്താവിന്റെ അത്ഭുതകരമായ സ്നേഹത്തിന്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടൊരു 10-15 മിനിറ്റ് സമയം നിലവിളിച്ചു. സ്റ്റേജിന്റെ അപ്പുറത്തിരുന്ന പനക്കലച്ചൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു, ജനങ്ങളെ തടയരുത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, ഇവിടെ പാട്ടും വേണ്ട, സ്തുതിപ്പും വേണ്ട, ഒന്നും വേണ്ട, ആത്മാവ് പ്രവർത്തിച്ച് തീരുന്നത് വരെ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ സ്പർശിക്കട്ടെ, കണ്ണുനീര് തുടയ്ക്കട്ടെ, ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ദൈവമാണ്. ഫറവോ പറയുന്നൊരു വാക്കുണ്ട്, 10 Commandments എന്ന് പറയുന്ന സിനിമയിൽ അതിന്റെ അവസാന രംഗത്ത് ഫറവോ തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ഹിസ് ഗോഡ് ഹിസ് ഗോഡ്. മോശയുടെ ദൈവത്തെ പറ്റി പറയാണ്, അവന്റെ ദൈവമാണ്. അത് മനുഷ്യനുണ്ടാക്കിയ ദൈവമല്ല, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം. 2 തരം ദൈവത്തെ നമുക്ക് വേണമെങ്കിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ ഉണ്ടാക്കാം, പക്ഷെ നമ്മളെ സൃഷ്ടിച്ച ദൈവമുണ്ട്. മോശയുടെ ദൈവത്തെ പറ്റി ഫറവോ പറയുന്ന വാക്കിതാണ്, ഹിസ് ഗോഡ് ഹിസ് ഗോഡ്. എന്നിട്ട് അദ്ദേഹം തലകുനിച്ചിരിക്കുകയാണ്. കാരണം പട്ടാളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ഇനി പട്ടാളത്തെ രണ്ടാമത് ചേർക്കണം. ലക്ഷക്കണക്കിന് പട്ടാളം മുങ്ങിച്ചത്തത്ത് പട്ടാളവും മന്ത്രിയും പ്രധാനമന്ത്രിയും ഇല്ലാത്ത, അധികാരമില്ലാത്ത രാജാവായി അദ്ദേഹം അവിടെ കുത്തിയിരിക്കുക. അദ്ദേഹം ഭാര്യയോട് പറയുന്ന വാക്കാണ്, ഹിസ് ഗോഡ് ഹിസ് ഗോഡ്. I am happy to invite all the YouTube viewers of this day. Today our guest of honor is Dr. Josh Kovu. He is President of Gideon Thrissur Chapter. He is also Assistant Governor of Rotary Club International. He is also President of Weissman's Club International and also Academic Coordinator for Neurosurgery in Into-American Hospital, Vaikam. Thank you, sir, for accepting our invitation and come over here. And of course, we believe you have something to share with our YouTube viewers. Happy that you could come in the midst of all your schedule and your busy schedule. Thank you, sir. Thank you. I'm happy to be here with you. I heard that you are a firm believer in God, but at the same time, a famed atheist, Dr. H.E. Kovu, is also from your same family. How is it? I am a firm believer of God, and I know my uncle H.E. Kovu is an atheist. He started as a rationalist and later turned to become an atheist. And he was actually a rationalist because he was questioning the existence of God. And the way people question the existence of God is like searching for a potter inside the pot. The God Almighty, who is the creator, his presence, his creation, and his effect is seen on the earth. But if you search to find the creator within the creation, you will see only a shadow of him. For example, there was a great scientist, two friends of. One didn't believe in God, he was an atheist, and the other fellow was a theist. And they used to have their argument. And you can never argue and prove the existence of God. And one of these